ഇക്കാക്കിയാണല്ലോ വരുന്നത്. ഉമ്മാൻ്റെ അടുത്ത് പറയട്ടെ. ഉമ്മ ഇക്കാക്ക വരുന്നുണ്ട്. വേഗം ഇത്താത്തന്നെ റൂമിൽ പോയി കിടക്കാൻ പറയും. ഞാൻ പോയിട്ട് തുണികൾ ഉണക്കാനിട്ടെ. വേഗം പോയി. ആ ശരി. അത് മതി, അവിടെ വെച്ചോ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. നീ അവിടെ പോയിട്ട് റൂമിൽ പോയി കിടന്നോ. നിന്റെ കെട്ടിയാൻ വരുന്നുണ്ട്. എന്റെ മകനെ, അവന്റെ അടുത്ത് ഇവിടെ നടക്കുന്ന കാര്യം വല്ലതും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഇല്ലമ്മ പറയില്ല. എന്റെ സ്വഭാവം അറിയാലും എനിക്ക് ബാക്കി എന്താ ഉണ്ടാവുക എന്നുള്ളത്. ആ മര്യാദയ്ക്ക് ചിരിച്ച് സംസാരിച്ചോ. അവനക്ക് ഒരു ഡൗട്ടും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ആ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോ. വേറെ വെച്ചിട്ട് പക്കോ. മതി നിന്റെ കണ്ണീര് ഒലിപ്പിച്ചതൊക്കെ ഉണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിക്കോളാം. ആ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അവന്. മനസ്സിലായ? ആ രാവിലെ തന്നെ പെങ്ങൾ നല്ല പണിയിലാണല്ലോ. പാവം തന്നെ. ആ നീ വന്നു മോനെ. ചായ എടുക്കട്ടെ? ആ ചായ അടിക്കും. അവളോടെ സന? അവളോട് റൂമിൽ കിടക്കുന്നുണ്ടാവും. പഴം ഗർഭിണിയല്ലേ, ക്ഷീണം ഉണ്ടാവും. അവളുടെ പണിയൊന്നും ഞങ്ങൾ ചെയ്യിപ്പിക്കില്ല. നിന്റെ പെങ്ങളും ഞാനും തന്നെ എല്ലാ പണികളും ചെയ്യാം. അവിടെ റൂമിലുണ്ടാവും, പോയി നോക്കിക്കോ. ഉമ്മാക്കും പെങ്ങൾക്കും നല്ല പണിയാണ്. സന അങ്ങനെ കിടക്കുന്ന കാരണം ഒരു പണിക്കാരനെ നിർത്തണം. അല്ലാണ്ട് ഇന്ന് ശരിയായില്ല. ഇവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സന, നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ്? നമുക്ക് ചെക്കപ്പിന് പോണ്ടേ? ഉമ്മയൊന്നും പറഞ്ഞില്ലേ? ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി കടന്നതാണ്. ആ പിന്നെ നീ റിപ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് റെഡിയാവും. നമുക്ക് പോവാ, സമയം വൈകിട്ടുണ്ടെങ്കിൽ. ആ ശരി, ഞാൻ റെഡി ആവാം. ഞാനൊന്ന് റെഡി ആയിട്ട് വരട്ടെ. സമയം കളയണ്ട, വേഗം പോവാ. ഉമ്മ, ഞാനും സനിയേ എന്നാ ഇറങ്ങട്ടെ. ഡോക്ടറിനെ കാണിച്ചിട്ട് വരാം. ഇനിയിപ്പോ വൈകിയ ശരിയാവില്ല. ആ എന്നാ പോയിട്ട് വാ. ഡോക്ടർ പറഞ്ഞത് ഇവള് നല്ല വീക്കാണെന്നാണല്ലോ. മരുന്നൊന്നും കഴിക്കണില്ലേ എന്നും ചോദിച്ചു. എന്നാലോ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതെല്ലാം കഴിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഡോക്ടർ അങ്ങനെ വീക്കാണെന്ന് പറഞ്ഞത്? എന്നാൽ അവള് ഡോക്ടറെ അടുത്ത് ഒന്നും പറഞ്ഞതുമില്ല തിരിച്ചിട്ട്. എന്തൊക്കെയോ ഞാൻ അറിയാണ്ട് നടക്കുന്നുണ്ട് ഇവിടെ. ഉമ്മ നന്നായി കഴിക്കുന്നുണ്ട് എന്നും പറഞ്ഞല്ലോ. എന്തായാലും കണ്ടുപിടിക്കണം, അല്ലാണ്ട് ഇന്ന് ശരിയാവില്ല. പോരാത്തതിന് ഉമ്മയും പെങ്ങളുമാണ് എല്ലാ പണികളും ചെയ്യുന്നതും പറയുന്നുണ്ട് അവർ. ഇവളാണെങ്കിൽ ഒരു പണിയും ചെയ്യണില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടും ഇവൾ ഇങ്ങനെ വീക്കാണെന്ന് പറയുമ്പോൾ എന്തായാലും കണ്ടുപിടിച്ച് പറ്റൂ. ഞാൻ അറിയേണ്ട എന്തൊക്കെയൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. അല്ല, ഇതെന്താ റൂബി ഉമ്മി ഇത്രയും നേരം വൈകിയത് ഭക്ഷണം കഴിക്കാൻ? ഇവിടുത്തെ പണിയൊക്കെ കഴിയുന്നത് എന്നിട്ട് വേണ്ട കഴിക്കാൻ. അതാണ് ഇത്ര വൈകുന്നത്. എന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമുള്ള ഒരു വാർത്ത പറയാം. നാളെ മുതൽ ഇവിടെ പുതിയൊരു പണിക്കാർ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇത്രയും പണിയൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടുകല്ലേ. സനിക്കാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ നാളെ ഒരു പണിക്കാരനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ അതൊന്നും വേണ്ട വേണേ. അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയൊക്കെ ചെയ്തോളാം. ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ ഭാര്യയ്ക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തൂടെ? പണിക്കാരൊന്നും വേണ്ട. അല്ല, ഇതെന്താ പണിക്കാരി എന്ന് പറയുമ്പോഴത്തേന് റൂബിന്റെ ഉമ്മാന്റെയും മുഖത്തൊന്നും സന്തോഷം കാണുന്നില്ല. അല്ല, നിങ്ങൾ കുറെ ആയിട്ട് പണി ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പണിക്കാരനെ വരാൻ പറയുന്നത്. പണിക്കാരി എന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങളുടെ രണ്ടുപേരും മുഖത്ത് സങ്കടമാണല്ലോ. രണ്ടുപേരും എന്തൊക്കെയൊക്കെയോ തരികടകളുണ്ട്. ഇവിടെ എന്നും പണിയാണെന്ന് പറയുന്ന ഇവർക്ക് പണിക്കാരെ നിർത്താൻ പറയുമ്പോൾ ഒരു സന്തോഷവും ഇല്ല.
എന്തായാലും കണ്ടുപിടിക്കേ പറ്റും. ശരി, ഇപ്പൊ ഞാൻ പോട്ടെ. ഷോപ്പിൽ കുറെ കണക്ക് നോക്കാനുണ്ട്. കുറെ 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് വൈകും തുള്ളി വരാന്. എന്നാ ശരി. ആ ശരി, പോയിട്ട് വാ. ഡി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവന്? അല്ലേ, തമ്പുരാട്ടി ഇവിടെ കിടക്കുകയാണോ? മതി കടന്നത്. അവനൊക്കെ പോയി. ഇനി എപ്പത്തേയും പോയി പണിയൊക്കെ ചെയ്യ്. അവൻ വരുമ്പോഴത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഇതുപോലെ വന്ന് കടന്നോ. അവിടെ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ പോയിട്ട് തിരുമ്പ്. എന്നിട്ട് നീ കഴിച്ചാൽ മതി. പിന്നേക്കെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ വരും പെട്ടെന്ന്, പിന്നെ തിരുമ്പാനാകൂല. ആ മതി മതി കടന്നത്. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് പ്രത്യേകം അറിയാലോ. ഇനി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൾക്ക് അറിയാണ്ട് എന്താണ്, കുറെ ആയില്ലേ അവള് ചെയ്തോണ്ടിരിക്കണ്. എനിക്കറിയാം. 11:30 രൂപയ്ക്ക് ജ്യൂസ് വേണം, 2 തരം ഉപ്പേരി വേണം, അടിച്ചു വാരണം, തുടയ്ക്കണം, പാത്രങ്ങൾ കഴുകണം. പിന്നെ നിങ്ങൾ കഴിച്ച ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. എന്നിട്ടേ റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ തന്നെ അല്ലേ? ആ എന്നാ പിന്നെ പോയിട്ട് ജ്യൂസ് ആദ്യം കൊണ്ടുപോവാ. പറഞ്ഞത് കേട്ടില്ലേ? പിന്നെന്താ മിഴിച്ച് നിൽക്കണ്? എൻ്റെ മകൾക്ക് ആദ്യം ജ്യൂസ് കൊണ്ട് കൊടുക്ക്, എന്നിട്ട് പോയിട്ട് തിരുമ്പ്. മഴ വരണ്ട, വേഗം പോ, എണീക്ക്. നിങ്ങൾ പോയില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അപ്പൊ എന്നെ കൊണ്ടെന്താ ഇതുവരെ ഒന്നും പറഞ്ഞില്ല നീ? ഡോക്ടർ പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഡൗട്ടായത്. എന്തായാലും ഇത് ചോദിക്കണമല്ലോ ഉമ്മാന്റെ അടുത്ത്. വേണ്ട, അവരുടെ അടുത്ത് ചോദിക്കണ്ട. നീ പോയില്ലേ? എന്താ രണ്ടുപേരും എത്തിയാ? ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല അഭിനയം. ഇനിയിപ്പൊ അടുത്ത നാടകത്തിന് പ്ലാൻ ചെയ്യണില്ലേ? ഞാൻ ഇനി പുറത്ത് പോയിട്ട് വരുമ്പത്തിന് അടുത്തത് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, നല്ല അഭിനയം. എന്തായാലും ഉമ്മാനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. സനനെ നിങ്ങളുടെ അടുത്തിട്ടിട്ടാണല്ലോ ഞാൻ പോയത്. നിങ്ങളൊക്കെ നന്നായി നോക്കുന്നു വിചാരിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും ദുഷ്ടത്യാഗം കഴിഞ്ഞത്? നിങ്ങൾക്കില്ല ഒരു മകള്, അതുപോലെ തന്നെയല്ലേ അവളോ ഒരു ഉമ്മാന്റെ മകൾ തന്നെയല്ലേ? മരുമകളിലും മകളിലും ഒരുപോലെ കാണാൻ പറ്റാത്ത ഉമ്മമാർ ഇതുപോലെ ഉണ്ടാകുന്നിടത്തോളം ലോകം ഒരിക്കലും നേരാവാൻ പോണില്ല. മരുമകളും മകളും ഒരുപോലെ കാണണം. എന്റെ തലവിധി, അല്ലാണ്ട് എന്ത്? നിങ്ങളിലൊക്കെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു, അതാണ് എന്റെ തെറ്റ്. റൂബി, നീ ഒരു പെണ്ണാണ്, അത് മറക്കണ്ട. നാളെ എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു നീ. ഞാനിനി അവളെ എന്റെ മകളെ പോലെ തന്നെ കണ്ടോളാം.